2023 റിലീസായ മലയാളം ഡ്രാമ ചിത്രമാണ് ഫാമിലി. നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശനം നടത്തി ശ്രദ്ധ നേടിയ ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തത് 2024 ഒരു മലയോര ഗ്രാമത്തിൽ ജീവിക്കുന്ന കത്തോലിക്ക മതവിശ്വാസിയായ ഒരു കുടുംബാംഗമാണ് സോണി. സാമൂഹ്യ കാര്യങ്ങളിൽ സജീവമായി ഇടപഴകുകയും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും സോണിയുടെ പൊതുവ്യക്തിത്വത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സ്വഭാവ വൈകൃതങ്ങളെ പ്രമേയമാക്കിയ ഒരു ചിത്രമാണ് ഫാമിലി. വിനയ് ഫോർട്ട്, ദിവ്യ പ്രഭ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ നായകൻ സോണി അവന്റെ അങ്കിളായ റോയിയുടെയും ആന്റി ജയയുടെയും മകനായ സുബിന്റെ വീട്ടിൽ രാവിലെ കൊണ്ടുവിടുന്നതാണ് കാണിക്കുന്നത്. തലേന്ന് സിനിമ കണ്ടിട്ട് സോണിയുടെ വീട്ടിലായിരുന്നു സുബിനെ വീട്ടിലാക്കിയിട്ട് ആന്റിയോട് വിശേഷങ്ങളും പറഞ്ഞ് സോണി അവിടെ നിന്നും പോകും. സോണി പോയ ശേഷം ബാത്റൂമിൽ കയറി കണ്ണാടിയിൽ നോക്കുന്ന സുബിൻ അവന്റെ ചുണ്ടും കഴുത്തും ശരീരഭാഗങ്ങളുമൊക്കെ പരിശോധിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സോണിയുടെ വീടാണ്. ഇതാണ് സോണിയുടെ അച്ഛനും അമ്മയും. ഇദ്ദേഹത്തിന്റെ പെങ്ങളായ ഒരു കന്യാസ്ത്രീയോട് സോണിയുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് സോണിയുടെ അപ്പൻ. BEd കഴിഞ്ഞ് ടീച്ചറാവണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന ആളാണ് സോണി. ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മറ്റു ജോലിക്ക് എന്തെങ്കിലും പോകാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല എന്നൊക്കെ പരാതി അപ്പൻ ആന്റിയോട് പറയുന്നു. അച്ഛനുമായി സോണി തീർത്തും അത്ര രസത്തിലല്ലെന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവനോടൊന്ന് സംസാരിക്കണമെന്ന് അപ്പൻ ആന്റിയോട് പറയുന്നു. മകൻ എന്തെങ്കിലും ജോലി ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഈസ്റ്ററിന് ഞാൻ വരുന്നതിന് മുമ്പ് വല്ലതും ശരിയാക്കാൻ നോക്കാമെന്ന് അവരും പറയുന്നു. മലയോര ഗ്രാമമായിരുന്നതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് പുലിയുടെ വല്ലാത്ത ശല്യമുണ്ടായിരുന്നു. വളർത്തുമൃഗങ്ങൾക്കും മനുഷ്യർക്കും വരെ പുലി ഒരുപോലെ ഭീഷണിയാകുന്നു. അതോടെ പ്രദേശവാസികൾ പറമ്പിൽ വലിയ കുഴികൾ കുഴിച്ച് പുലിക്ക് വേണ്ടി കെണിയൊരുക്കുന്നു. അങ്ങനെ ആ കെണിയിൽ ഒരു ദിവസം ഒരു പശു വീഴുന്നു. നാട്ടുകാരെല്ലാം ചേർന്ന് പശുവിനെ കരയ്ക്കെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. അവിടേക്ക് വരുന്ന സോണിയും രക്ഷാപ്രവർത്തനത്തിലും മറ്റും പങ്കാളിയാകുന്നു. നാട്ടിൽ എന്താവശ്യമുണ്ടായാലും സോണി അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകുമായിരുന്നതുകൊണ്ട് തന്നെ ആ നാട്ടിലെ എല്ലാവർക്കും സോണിയെ വലിയ കാര്യമായിരുന്നു. പശുവിനെ കരയിലെത്തിച്ച ശേഷം കൈയും കാലും കഴുകി വൃത്തിയാക്കുന്നതിനിടെ അവിടെയുള്ളൊരു നാട്ടുകാരൻ തൻ്റെ മകൾ സ്റ്റെഫിക്ക് കണക്ക് അത്ര വശമില്ല, അവൾ 10ലാണ്, ബാക്കി എല്ലാത്തിലും അവൾക്ക് നല്ല മാർക്കുമുണ്ട്, ഒന്ന് വന്ന് ട്യൂഷൻ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. BEd കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ് സോണി എന്നതിനേക്കാൾ ഉപരി അവര് കുറച്ചു നാളും മുമ്പ് ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് സോണിയോട് വന്ന് ട്യൂഷൻ എടുക്കാമോ എന്ന് ചോദിക്കുന്നത്. സോണിയും അതിനെന്താ വരാമല്ലോ എന്ന് പറയുന്നു. ഫീസ് എത്രയാണെന്ന് അയാൾ ചോദിക്കുമ്പോൾ പരിചയക്കാരോട് ഞാൻ അങ്ങനെ കണക്ക് പറഞ്ഞ് കാശ് ചോദിക്കില്ല, ചേട്ടൻ എന്തെങ്കിലും അറിഞ്ഞു തന്നാൽ മതിയെന്ന് സോണിയും പറയും. അന്ന് രാത്രി ആ നാട്ടിലെ ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ മകൾ നീതു ഒളിച്ചോടി പോകുന്നതായി കാണിക്കുന്നുണ്ട്. ആ സീൻ കട്ടായി പിറ്റേന്ന് കുടുംബ വീട്ടിലേക്ക് വരുന്ന സോണിയാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ താമസിക്കുന്നത് സോണിയുടെ ഏറ്റവും ഇളയ അങ്കിൾ സജിയും ഭാര്യ റാണിയും പിന്നെ വയ്യാത്ത അപ്പച്ചനും മാത്രമാണ്. അമ്മച്ചി മരിച്ചുപോയതാണ്. റാണി പ്രഗ്നന്റുമാണ്. കൊച്ചുമകനോട് തനിക്കൊരു തുള്ളി പോലും റാണി കുടിക്കാൻ തരാത്തതിന്റെ പരാതിയൊക്കെ പറയുകയാണ് നമ്മുടെ അപ്പച്ചന് പല പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മദ്യം തരാത്തത്. ഈ വയ്യാഴികയുടെ കൂടെ അതും കൂടി കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നൊക്കെ റാണി പറയും. ശേഷം സോണി അടുക്കളയിൽ ചെന്നിരുന്ന റാണിയെ അടുക്കള ജോലിയിലൊക്കെ സഹായിക്കുന്നു. റാണിയുടെ വീട്ടിലെ വിശേഷങ്ങൾ തിരക്കുമ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അനിയത്തിക്ക് ബാംഗ്ലൂർ പോയി MSc പഠിക്കാനാണ് ആഗ്രഹം. വകയിലൊരു അമ്മാവൻ വന്ന് ബാംഗ്ലൂർ പോകുന്ന പെൺകുട്ടികളൊക്കെ അഴിഞ്ഞാടി നടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് അമ്മയെ പേടിപ്പിച്ചേക്കുക എന്നൊക്കെ റാണി പറയുന്നു. അപ്പോൾ സോണി അങ്ങനൊന്നുമില്ല, ചീത്തയാകാനുള്ളവരാണെങ്കിൽ എവിടെ പോയാലും അലമ്പും. ബാംഗ്ലൂർ അത്ര മോശം സ്ഥലമൊന്നുമല്ല. എൻ്റെ കൂടെ BEdന് പഠിച്ച ചില ഫ്രണ്ട്സൊക്കെ ബാംഗ്ലൂരുണ്ട്, ഞാനൊന്ന് തിരക്കാമെന്ന് പറഞ്ഞ് സോണി റാണിയെ സമാധാനിപ്പിക്കുന്നു. അടുത്തത് സ്റ്റെഫിയെ ട്യൂഷൻ പഠിപ്പിക്കാൻ എത്തുന്ന സോണിയെയാണ് കാണിക്കുന്നത്. ചെയ്യുന്ന കണക്കൊക്കെ സ്റ്റെഫി തെറ്റിക്കുകയാണ്. ട്യൂഷൻ എടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത മുറിയിൽ തന്നെ ഇരുന്ന് സ്റ്റെഫിയുടെ അപ്പൻ TV കാണുന്നുണ്ട്. എന്നാൽ പഠനമുറിയിൽ എന്താ നടക്കുന്നതെന്നൊന്നും അയാൾ ശ്രദ്ധിക്കുന്നില്ല. തുടരെ കണക്ക് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റെഫിയെ സോണി നന്നായി ഉപദേശിക്കുന്നതിനൊപ്പം അവൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് സോണിയുടെ കൈ പലതവണ പോകുന്നതായും കാണിക്കുന്നുണ്ട്. സ്റ്റെഫി ആകെ പേടിച്ചാണിരിക്കുന്നതെന്ന് അവളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. വീണ്ടും കണക്ക് തെറ്റിക്കുന്നതോടെ സോണി എഴുന്നേറ്റ് സ്റ്റെഫി ഇരിക്കുന്നിടത്തേക്ക് പോകുന്നു. ഏറെ സമയം അങ്ങനെ കടന്നു പോകും. ഈ സമയമെല്ലാം സോണി സ്റ്റെഫിയോട് മോശമായി പെരുമാറിയിരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ളവനും മറ്റുള്ളവരോട് നന്നായി പെരുമാറുകയും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നുവെങ്കിലും അവരുടെ കുടുംബത്തിലെ എല്ലാ കുട്ടികളോടും വളരെ മോശമായ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരാളായിരുന്നു സോണി.
അന്ന് രാത്രി പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും സ്റ്റെഫി വളരെ ശോകമായിട്ടാണ് ഇരിക്കുന്നത്. സോണിയുടെ പ്രവൃത്തി എന്ത് തന്നെയായാലും അത് വളരെ മോശമായ രീതിയിൽ തന്നെ സ്റ്റെഫിയെ ബാധിച്ചിട്ടുണ്ടെന്ന് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അടുത്ത സീനിൽ ഒളിച്ചോടിപ്പോയ നീതു തന്റെ വീട്ടിലേക്ക് തന്നെ തിരികെ എത്തിയതായിട്ടാണ് കാണിക്കുന്നത്. നീതുവിന്റെ വീട്ടിൽ അവളുടെ അപ്പനും അമ്മയും ഒരു അനിയത്തിയും ഉണ്ടായിരുന്നു. നീതു ഒളിച്ചോടി പോയതുകൊണ്ട് തന്നെ അതിന്റെ വിഷമത്തിൽ ആകെ വിഷമിച്ചു കഴിയുകയാണ് അപ്പൻ ജോർജ്. നാട്ടുകാരുടെ ചോദ്യവും പറച്ചിലും കൂടിയാകുന്നതോടെ ജോർജ് മനസ്സിലെ വിഷമം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്നു. ആകെ ദുരിതാവസ്ഥയിലായിരുന്നു ജോർജിന്റെ കുടുംബം. അവരുടെ വീട്ടിലേക്ക് വരാൻ നല്ലൊരു വഴി പോലും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരോടൊപ്പം തന്നെ സോണിയും അങ്ങനെ മരണ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴാണ് അവിടേക്ക് സ്റ്റെഫിയുടെ അപ്പനും അമ്മയും വരുന്നത് സോണി ശ്രദ്ധിക്കുന്നത്. സോണി വേഗം മരണ വീട്ടിൽ നിന്നിറങ്ങി സ്റ്റെഫിയുടെ വീട്ടിലേക്ക് പോകുന്നു. സോണിയുടെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നതും സ്റ്റെഫി വേഗം കതകിന് പുറകിൽ ഒളിച്ചു നിൽക്കും. കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും കതക് തുറക്കാത്തതുകൊണ്ട് സോണി അവിടെ നിന്ന് ജനലിലൂടെ അകത്തേക്ക് നോക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതുവഴി പോച്ച പറിക്കാൻ പോയിട്ട് വരുന്നൊരു സ്ത്രീ അവിടെ ആരുമില്ല, അവരൊക്കെ മരിപ്പിന് പോയതാണെന്ന് സോണിയോട് പറയുന്നു. ഞാൻ അത് ഓർത്തില്ല എന്ന് പറഞ്ഞ് സോണി പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു. അടുത്തത് സുബിന്റെ അപ്പനുമായി സംസാരിക്കുന്ന സോണിയെയാണ് കാണിക്കുന്നത്. സുബിനെ കുറിച്ചാണ് അപ്പൻ പറയുന്നത്. സുബിന്റെ സ്വഭാവത്തിൽ ഈയിടെയായി എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നു. പ്രായം കൊണ്ടാവാം. അവൻ സ്കൂളിൽ ഒരു പെൺകുട്ടിയോട് എന്തോ മോശമായി പറഞ്ഞു. സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞതാണ്. നീ സമയം കിട്ടുമ്പോൾ അവനോട് ഒന്ന് സംസാരിക്കണമെന്നൊക്കെ അയാൾ സോണിയോട് പറയുന്നു. അടുത്തത് കാണിക്കുന്നത് സോണിയുടെ അനിയൻ നോബിയെയും സുബിനെയുമാണ്. നോബി ഫ്രണ്ട് ടോണിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. സുബിൻ വന്ന സോണിയുടെ അമ്മയോട് സോണി ചേട്ടൻ എപ്പോഴാണ് വരുന്നേ, കഴിഞ്ഞ തവണ വീട്ടിൽ വന്നിട്ട് അവിടെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു പോയി എന്നൊക്കെ സുബിൻ പറയുമ്പോൾ അവൻ എപ്പോഴും തിരക്കല്ലേ എന്ന് അമ്മയും പറയുന്നു. ഈ സമയം സോണി കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. നീതുവിന്റെ കാര്യങ്ങളാണ് അവരൊക്കെ ചർച്ച ചെയ്യുന്നത്. നീതു ഒളിച്ചോടിപ്പോയത് കെട്ടിയോളും കുട്ടികളുമുള്ള ഒരാളോടൊപ്പമായിരുന്നു. ഇതറിയുന്ന നീതു അപ്പോൾ തന്നെ അവളുടെ അമ്മാവനെ വിളിച്ച് കാര്യങ്ങൾ പറയും. അവരെല്ലാം കൂടി വന്ന് അയാളെ പഞ്ഞിക്കിട്ടിട്ട് നീതുവിനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോരുകയായിരുന്നു എന്നൊക്കെ അതിലൊരു ചെറുപ്പക്കാരൻ പറയുന്നു. അവരുടെ വീടിന്റെ അവസ്ഥ ഇത്ര മോശമാണെന്ന് മരിപ്പിന് പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്ന് സോണിയും പറയും. ഈ ചെറുപ്പക്കാരെല്ലാം അവിടുത്തെ ഒരു ക്ലബിലെ അംഗങ്ങളാണ്. എല്ലാ ആഴ്ചയും മറ്റുള്ളവർക്ക് വേണ്ടി ക്ലബിന്റെ പേരിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഇവര്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നമുക്ക് അത് നീതുവിന്റെ വീട്ടിലേക്ക് ആക്കിയാലോ എന്ന് സോണി ചോദിക്കുമ്പോൾ മറ്റുള്ളവരും അതിന് സമ്മതം പറയും. ശേഷം സോണി വൈകി വീട്ടിലെത്തുമ്പോഴേക്കും സുബിൻ സോണിയുടെ ബെഡിൽ കിടന്ന് ഉറക്കമായിരുന്നു. സോണി വന്ന് തൻ്റെ അടുത്ത് കിടന്നുവെന്ന് മനസ്സിലാകുമ്പോൾ സുബിൻ ചേട്ടായിക്ക് എന്നോടെന്താ ദേഷ്യമാണോ എന്ന് ചോദിക്കുന്നു. എനിക്ക് ദേഷ്യമൊന്നുമില്ല, റോയി പാപ്പനെല്ലാം എന്നോട് പറഞ്ഞു, ചന്തപ്പിള്ളാർ പോലും ഇങ്ങനൊന്നും ചെയ്യില്ല എന്നൊക്കെ സോണി പറയുന്നു. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിന്റെ അപ്പന് ഹാർട്ടിന് പ്രശ്നമുള്ള ആളാണ്. അപ്പനെയും അമ്മയും നോക്കേണ്ടത് നീയാണ്. അവർക്ക് കൂടുതൽ വിഷമമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ സോണി സുബിനെ ഉപദേശിക്കും. ഇതെല്ലാം കേട്ട് സുബിൻ നിശബ്ദമായി കരയുകയാണ് ചെയ്യുന്നത്. അടുത്ത സീനിൽ നീതുവിന്റെ വീട്ടിലെ അവസ്ഥ സോണിയും കൂട്ടുകാരനും പള്ളിയിൽ അച്ഛനോട് വന്ന് പറയുന്നു. അച്ഛൻ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വാക്കു കൊടുക്കും. സൊസൈറ്റിയിൽ ഒരു ജോലിയും നീതുവിന് ഏർപ്പാടാക്കാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സെന്റ് മേരീസ് സ്കൂളിൽ സോണിക്ക് ജോലി കിട്ടിയ വിവരവും സോണി അച്ഛനോട് പറയുന്നു. പെട്ടെന്നൊരു ദിവസം സുബിനെ വീട്ടിൽ നിന്നും കാണാതാകും. വീട്ടുകാര് പോലീസിൽ പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു പൊന്തക്കാട്ടിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുന്ന സുബിനെ നാട്ടുകാരിൽ ഒരാൾ കണ്ടെത്തുന്നു. സോണി അവനോട് കാണിച്ച സ്നേഹത്തിൽ അകപ്പെട്ടു പോയ സുബിന് സോണി കാണിച്ച അകൽച്ച താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. സുബിനെ കണ്ടുകിട്ടുന്നതോടെ കാര്യങ്ങളെല്ലാം വീണ്ടും പഴയതുപോലെയാകും. അടുത്ത സീനിൽ കുടുംബ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുന്നതാണ് കാണിക്കുന്നത്. അടുത്തിടെ വിദേശത്ത് നിന്ന് വന്ന ഒരു ബന്ധു കുടുംബത്തിലെ ഓരോരുത്തർക്കായി അവർ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ പങ്കുവെച്ച് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു കുപ്പി അപ്പച്ചന് കൊടുക്കും. ഈസ്റ്ററിനെടുക്കാം, നീ ഇത് ആ ചായപ്പിൽ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞ് റാണിയുടെ കയ്യിൽ അപ്പച്ചൻ കുപ്പി ഏൽപ്പിക്കുന്നു. റാണി അത് കൊണ്ടുവയ്ക്കാനായി ചാരിയിട്ടിരുന്ന ചായപ്പിന്റെ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് സോണിയും അവരുടെ കുടുംബത്തിലെ തന്നെ അലീന എന്നൊരു പെൺകുട്ടിയും അവിടെ നിൽക്കുന്നതാണ്. നിങ്ങൾ എന്തെടുക്കുക ഇവിടെ എന്ന് റാണി ചോദിക്കുമ്പോൾ ഒരു അരിഷ്ടം നോക്കുമായിരുന്നെന്ന് പറഞ്ഞ് സോണി പുറത്തേക്ക് പോകുന്നു. പുറകെ അലീനയും പോകും. അകത്ത് എന്തോ മോശം കാര്യമാണ് നടന്നതെന്ന് റാണിക്ക് അവരുടെ രണ്ടിന്റെയും മുഖം കാണുമ്പോഴേ തന്നെ മനസ്സിലാകുന്നുണ്ട്. നടക്കാൻ പോകുന്നതിനിടയിൽ ഈ കാര്യം റാണി ജയയോട് പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരെയും പോലെ അവർക്കും സോണിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ റാണിയുടെ തോന്നൽ മാത്രമായിരിക്കും. ഇതൊന്നും ഇനി ആരോടും പോയി പറയാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ എന്തുണ്ട് കുറ്റം പറയാനെന്ന് നോക്കി നടക്കുകയാണെന്നൊക്കെ പറയുന്നു. റാണിയും പിന്നെ അതുകൊണ്ട് ഒരക്ഷരവും പറയുന്നില്ല. അടുത്ത ദിവസം തോട്ടിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണ് നോബി.
അവിടേക്ക് വരുന്ന സോണി, അടുത്ത ശനിയാഴ്ച നീതുവിന്റെ വീട്ടിലേക്ക് വഴിവെട്ടാൻ പോവുകയാണ് ഞങ്ങളൊക്കെ, നീ കാണത്തില്ലേ എന്ന് നോബിയോട് ചോദിക്കും. വലിയ താല്പര്യമില്ലാതെ തന്നെ നോക്കട്ടെ എന്ന് നോബിയും പറയുന്നു. നീ വണ്ടി പഠിക്കാൻ പോവാണെന്ന് അമ്മ പറഞ്ഞല്ലോ, ആരുടെ അടുത്താണെന്ന് സോണി ചോദിക്കുമ്പോൾ ടോണിയുടെ അടുത്താണെന്ന് നോബി പറയും. വീട്ടിൽ വണ്ടി ഉള്ളപ്പോൾ നീ എന്തിനാ അവന്മാരുടെയൊക്കെ അടുത്ത് പോകുന്നത്? നിന്നെ ഞാൻ പഠിപ്പിക്കില്ലേ? നാളെ ഞാൻ ഫ്രീ ആണ്, വണ്ടിയിൽ ഫുൾ പെട്രോളുമുണ്ട് എന്നൊക്കെ സോണി പറയുമ്പോഴും അത് വേണ്ട, ഞാൻ ടോണിയോട് ഓൾറെഡി എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടെന്ന് നോബി പറയുന്നു. എന്നാൽ സോണി വണ്ടി എടുത്തോളം പറയുമ്പോഴും വളരെ ദേഷ്യത്തോടെ തന്നെ നോബി അത് നിരസിക്കുന്നു. നോബിയുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്ന സോണിയെ നോബിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കാം. ഒരു പക്ഷേ സോണിയിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ സോണിയുടെ സ്വഭാവം നോബിക്ക് ശരിയായിട്ട് മനസ്സിലാകുകയോ ചെയ്തിട്ടുണ്ടാവാം. അടുത്തത് ശനിയാഴ്ച സോണിയും കൂട്ടുകാരും നീതുവിൻ്റെ വീട്ടിലേക്കുള്ള വഴി വെട്ടി തെളിക്കുന്നതാണ് കാണിക്കുന്നത്. മടുത്തോ എന്ന് ചോദിച്ച് നീതു എല്ലാവർക്കും തേയിലവെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഏയ്, ഞങ്ങൾക്കിതൊക്കെ ശീലമല്ലേ എന്ന് സോണി പറയും. ശേഷം അവളോട് കുശലം ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ അമ്മ ഓക്കെയാണ്, എന്നാൽ മാനസികമായി അമ്മ ആകെ തകർന്നിരിക്കുകയാണെന്നൊക്കെ നീതു പറയുന്നു. മരണത്തിൻ്റെ 41ൻ്റെ ചടങ്ങിനെ കുറിച്ചൊക്കെ ആലോചിച്ചോ എന്ന് സോണി ചോദിക്കുമ്പോൾ മാനസികമായി ആകെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നീതു പറയും. കയ്യിൽ കാശ് വല്ലതുമുണ്ടോ എന്ന് സോണി ചോദിക്കുമ്പോൾ കാശിനും മറ്റ് നിവൃത്തിയൊന്നുമില്ലാതിരുന്നത് കൊണ്ട് തന്നെ അങ്കിളിനോടോ മറ്റോ വാങ്ങാമെന്ന് നീതു പറയുന്നു. എന്നാൽ അതൊന്നും വേണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് സോണി അവളെ ആശ്വസിപ്പിക്കും. അത് കേൾക്കുമ്പോൾ ആശ്വാസം തോന്നുന്ന നീതു സോണിക്ക് വലിയ മനസ്സാണെന്നൊക്കെ അവനോട് പറയും. ശേഷമുള്ള ദിവസങ്ങളിൽ സോണിയും നീതുവും പതിയെ പതിയെ അടുക്കാൻ തുടങ്ങുന്നു. നീതുവിൻ്റെ നിസ്സഹായാവസ്ഥ സോണി ശരിക്കും മുതലാക്കുകയായിരുന്നു. അങ്ങനെ അവരൊരുമിച്ച് യാത്ര പോകാൻ തുടങ്ങുകയും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയിരുന്ന് സംസാരിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നീതുവിനെ സോണി ശാരീരികമായും ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം സുബിന് സ്കൂളിൽ അവതരിപ്പിക്കാൻ ഒരു കവിത പഠിപ്പിക്കാനായി സോണി അവൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. സുബിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവൻ്റെ മനസ്സിൽ സോണിയോടുള്ള ഇൻറ്റിമസി എത്രത്തോളം ഉണ്ടെന്ന്. സോണിയുടെ പെരുമാറ്റം സുബിനെ അവൻ്റെ അടിമയാക്കി മാറ്റിയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സുബിനും സോണിയും പറമ്പിൻ്റെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകുന്നതായാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ സോണിയുടെ കന്യാസ്ത്രീയായ ആ ആൻറ്റി വീട്ടിലേക്ക് വരുന്നു. സോണിക്ക് ഒരു പെൺകുട്ടിയുടെ ആലോചനയുമായിട്ടാണ് ആൻറ്റിയുടെ വരവ്. അതേക്കുറിച്ച് സോണിയുടെ അപ്പനോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല, നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് അപ്പൻ അവരോട് പറയും. അവര് അന്ന് രാത്രി വീട്ടിൽ തങ്ങാതെ മഠത്തിൽ തങ്ങാനാണ് തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മഠത്തിലേക്ക് തന്നെ ഒന്ന് കൊണ്ടുവിടണമെന്ന് ആൻറ്റി സോണിയോട് പറയുന്നു. ശരിക്കും അതിനു പിന്നിൽ സോണിയോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം എന്ന ആൻറ്റി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവർ മഠത്തിലേക്ക് പോകും വഴി ആൻറ്റി സോണിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്ന് സോണിയുടെ സ്വഭാവത്തെക്കുറിച്ച് അവർക്ക് നല്ല അറിവുള്ളതുപോലെയാണ് സംസാരിക്കുന്നത്. നിലവിൽ അവർ നിൽക്കുന്ന പള്ളിയിൽ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള അച്ഛനാണ്. അടുത്ത മാസം ആദ്യം യുവാക്കൾക്ക് വേണ്ടി 3 ദിവസത്തേക്ക് ഒരു ധ്യാനം ചെയ്യുന്നുണ്ട്. അത് കൂടണമെന്ന് ആൻറ്റി പറയുമ്പോൾ ഞാൻ നമ്മുടെ ഇടവകയിലെ ധ്യാനം കൂടിയതായിരുന്നു, വർഷത്തിൽ 1 പോരെ എന്നൊക്കെ ചോദിച്ച് സോണി ഒഴിയാൻ ശ്രമിക്കും. എന്നാൽ ഇത് അതുപോലല്ല. എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവം മാർക്കിടുന്നുണ്ട്. സോണിക്ക് ഒത്തിരി ബുദ്ധിയുള്ള ആളല്ലേ, ഞാനിതൊക്കെ പറഞ്ഞു തരണോ? ഇതുവരെ എല്ലാം കുട്ടിക്കളിയായിരുന്നു. എല്ലാവർക്കും തെറ്റുകൾ പറ്റും. അതെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ പറഞ്ഞാൽ കർത്താവ് പൊറുക്കും. ഇനി ഒരു കല്യാണമൊക്കെ കഴിക്കണം എന്നൊക്കെ ആൻറ്റി പറയുന്നു. ഇതൊക്കെ കേട്ട് സോണി പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് ആൻറ്റി അപ്പച്ചനെ കാണാൻ കുടുംബത്തിലേക്കെത്തും. റാണിയോട് സംസാരിക്കുന്നതിനിടെ സോണിയെക്കുറിച്ച് സുബിൻ്റെ അമ്മയോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. ഉറപ്പില്ലാത്ത കാര്യത്തെക്കുറിച്ച് ആരോടുമൊന്നും പറയരുത്. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് കൃത്യമായി അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് പറയുന്നവർ തന്നെ അനുഭവിക്കേണ്ടി വരും. കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കുട്ടികളും മാത്രമുള്ളതല്ല. സോണിയെക്കുറിച്ച് പരാതി പറഞ്ഞത് ഞാൻ അറിഞ്ഞു. അങ്ങനൊരു കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ ജയയ്ക്ക് അത് വലിയ സങ്കടമായി പോയി. അതുകൊണ്ടാണതവർ എന്നോട് പറഞ്ഞത്. നമുക്കുണ്ടാകുന്ന മക്കൾ എങ്ങനെയാകുമെന്ന് നമുക്കറിയില്ലല്ലോ. റാണിയുടെ വയറ്റിലുമില്ലേ ഒരു കുഞ്ഞ്. സോണിയെക്കുറിച്ച് ഇന്നേ വരെ ആരും ഒരു മോശം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആവശ്യമില്ലാത്ത സീരിയലും ഓരോന്നും കണ്ടിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നത്. ആ നേരത്തിരുന്ന് കൊന്ത ചൊല്ലാനൊക്കെ പറഞ്ഞ് റാണിക്കും ഭർത്താവിനും ചൊല്ലാൻ കൊന്തയും കൊടുത്തിട്ട് ആൻറ്റി അവിടെ നിന്നും പോകും. അടുത്ത സീനിൽ നീതുവിൻ്റെയും സോണിയുടെയും റിലേഷൻഷിപ്പ് അറിഞ്ഞ അപ്പൻ സോണിയെ വഴക്ക് പറയുന്നു. നിന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല, ആ പെണ്ണിന്റെ കൂടെ കറങ്ങി നടന്ന് നാണക്കേടുണ്ടാക്കരുത്. അങ്ങനെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം മതിയെന്നൊക്കെ പറയുന്നു. സോണി ഇതൊക്കെ
ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. ശേഷം സോണിയുടെ അപ്പനും റോയിയും കൂടി നേരെ നീതുവിന്റെ വീട്ടിലെത്തി അമ്മയോട് കാര്യം പറയും. കാറിലും ബൈക്കിലുമൊക്കെ കയറി നടന്നിട്ട് എല്ലാം എൻ്റെ ചെക്കൻ്റെ കുഴപ്പമാണെന്ന് പറയരുത്, തുറന്നു പറഞ്ഞേക്കാം, എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ബന്ധത്തിന് തീരെ താല്പര്യമില്ല, ഞങ്ങളായിട്ട് ശല്യം ചെയ്യാൻ അങ്ങോട്ട് വരില്ല, ഞങ്ങളെയും ശല്യം ചെയ്യരുതെന്നും പറഞ്ഞിട്ട് അവര് അവിടെ നിന്നും പോകുന്നു. ഇത് കേട്ട് അമ്മ പോയി നീതുവിനെയും തല്ലും. അടുത്ത സീനിൽ സോണി അച്ഛനോട് കുമ്പസാരിക്കുന്നതാണ്. ചെറിയ കാര്യത്തിന് പോലും അപ്പനോട് ഒത്തുപോകാൻ കഴിയുന്നില്ല. സാഹചര്യമുണ്ടായിട്ടും നുണ പറയുകയും പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാതിരിക്കുകയും ചെയ്തു. എന്നേക്കാൾ സാഹചര്യം കുറഞ്ഞവരോട് ഞാൻ ദയയില്ലാതെ പെരുമാറി എന്നൊക്കെയാണ് സോണിയുടെ കുമ്പസാരം. പരിശുദ്ധ കുർബാന മുടക്കുന്നത് വലിയ പാപമാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ക്ഷമിക്കണം. കർത്താവ് ക്ഷമിക്കാനും പൊറുക്കാനുമാണ് പഠിപ്പിച്ചേക്കുന്നത്. നമ്മൾ പൊറുത്താലേ നമ്മളോടും പൊറുക്കൂ എന്നൊക്കെ അച്ഛൻ സോണിയോട് പറയുന്നു. അടുത്ത സീനിൽ സോണിയും നീതുവും ഒരു ഒഴിഞ്ഞ വഴിയിലൂടെ നടക്കുന്നതാണ് കാണുന്നത്. വീട്ടുകാരെ എത്ര പേടിയാണെങ്കിൽ എനിക്കെന്തിനാ പ്രതീക്ഷ തന്നത് എന്നൊക്കെ നീതു ചോദിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ആത്മവിശ്വാസമൊക്കെ ഇപ്പോൾ ഇല്ലാതായി, എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ സോണി പറയുന്നു. അവൻ്റെ പറച്ചിൽ കേട്ടാൽ നീതു വന്നതിൽ പിന്നെ എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു എന്നാണ്. എന്നെ സഹായിക്കാൻ വന്നിട്ട് ഇപ്പോൾ സോണിക്കും പ്രശ്നമായി, സോറി എന്നൊക്കെ സോണിയോട് നീതു പറയുന്നു. ശേഷം അവർ രണ്ടും പരസ്പരം കെട്ടിപ്പിടിച്ച് കുറേ നേരം അങ്ങനെ നിൽക്കുന്നു. ശേഷം സിസ്റ്റർ ആൻറ്റി പറഞ്ഞ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സോണിയെയാണ് കാണിക്കുന്നത്. അവൻ്റെ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും മാറി പുതിയൊരു വ്യക്തിയായി മാറുവാനുള്ള ഉപദേശമൊക്കെ അവന് കൊടുക്കുന്നു. ശേഷം അപ്പൻ്റെയും അമ്മയുടെയും ജയയുടെയും കൂടെ പെണ്ണ് കാണാൻ പോകുന്ന സോണിയാണ് കാണിക്കുന്നത്. ഒരു സാധാരണ കൃഷി കുടുംബത്തിലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് അവൻ പെണ്ണ് കാണാൻ പോകുന്നത്. നേഴ്സിംഗ് 3ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. പരസ്പരം എല്ലാവർക്കും ഇഷ്ടമാകുന്നത് കൊണ്ട് തന്നെ അവരാ കല്യാണം ഉറപ്പിക്കും. അടുത്തത് കാണിക്കുന്നത് ചിത്രത്തിന്റെ തുടക്കത്തിൽ അന്നാട്ടിൽ പുലിശല്യം ഉണ്ടായിരുന്നതായി പറഞ്ഞുവല്ലോ. അതേ പുലിക്ക് മുന്നിൽ 2 പെൺകുട്ടികൾ അറിയാതെ വന്ന് പെട്ടുപോകുന്നുണ്ട്. എന്നാൽ പുലി അവരെ ഒന്നും ചെയ്യാതെ പിന്തിരിഞ്ഞു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ സോണിയെ ഈ പുലിയുമായി സിംബോളിക്കായിട്ട് കണക്ട് ചെയ്താണ് കാണിക്കുന്നത്. ശേഷം സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോകാനായി റെഡിയാകുന്ന സോണിയെയാണ്. അവനപ്പോൾ യേശുവിൻ്റെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അതായത് അവൻ്റെ ഉള്ളിൽ ശരിക്കും ദൈവം നിറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സോണിയെ പ്രധാനാധ്യാപിക കുട്ടികൾക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ധാരാളം കുട്ടികളെ അവനിനി എന്നും കാണാനിടയാകും. എങ്കിലും പെൺകുട്ടികളെ ഉപദ്രവിക്കാതെ പിന്തിരിഞ്ഞു പോയ പുലിയെ സോണിയോട് നമുക്ക് ഉപമിക്കാം. പിന്തിരിഞ്ഞു പോയ പുലിയെ പോലെ മാനസാന്തരം വന്ന സോണിക്ക് മുന്നിൽ ആ സ്കൂളിലെ കുട്ടികളും സേഫ് ആയിരിക്കുമെന്ന് കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.